ടിയാൻഡോക്കിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM നേതൃത്വത്തിന് കടുത്ത വിമർശനമാണ് ജില്ലാ കമ്മിറ്റികളിൽ നേരിടേണ്ടി വരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച, അതുപോലെ LDFന് ജനപിന്തുണ കുറഞ്ഞത്, നേതാക്കളുടെ ശൈലി, UDF തരംഗം, ഇങ്ങനെ പലതുമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി വിലയിരുത്തുന്നത്. ഇക്കാര്യത്തിൽ ജനത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ജില്ലാ കമ്മിറ്റികളിലടക്കം രൂക്ഷ വിമർശനമാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിമർശനങ്ങളിൽ നിന്നും തോൽവിയിൽ നിന്നും CPM കരകയറുമോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. തോൽവിയിൽ നിന്ന് CPM തിരിച്ചു വരില്ല. കാരണം ഈ UDFന്റെ ഭരണം നല്ലതാണെങ്കിൽ ഒരു കാരണവശാലും തിരിച്ചു വരാൻ സാധ്യതയില്ല. തിരിച്ചു വരില്ല. കാരണം ഇപ്പം ആ രീതിയിലാണല്ലോ ജനങ്ങൾ തെറ്റുകൾ തിരുത്തുമെന്നിപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയുള്ളൂ, നമുക്കുള്ളൂ അറിയില്ലല്ലോ. കാരണം ജനങ്ങളല്ലല്ലോ തെറ്റ് തിരുത്തുന്നത്. ജനങ്ങൾ തെറ്റ് തിരുത്തേനാണ് ഇപ്പോൾ UDFന് അധികാരം കിട്ടിയേക്കുന്നത്. CPM തോക്കാൻ കാര്യം ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. 10 വർഷം CPMന്റെ ഭരണം എന്താണെന്ന് ഒന്ന് വിശകലനം ചെയ്താൽ തന്നെ അവർക്ക് ജയിച്ചു. ഇത് ആവശ്യമില്ലാത്ത കുറേ ഉദ്യോഗസ്ഥന്മാരും ശബരിമലയിൽ സ്വർണം കട്ടുമെന്നുള്ള ഒരു കാരണത്താൽ അത് ഭരണപക്ഷം അതൊക്കെ ആർക്കും അറിയാൻ പാടാത്ത കാര്യമാണ്. അവർ ഏതോ ഉദ്യോഗസ്ഥന്മാരത് ചെയ്ത ആ പ്രശ്നത്തിനാണ് ഇവർ സമരസഭ ഇറങ്ങേണ്ടി വന്നത്. തിരിച്ചു വരും, വരാണ്ടിക്കൊല്ലില്ല. ഇവരൊക്കെ ഇപ്പൊ തന്നെ സ്പ്ലിറ്റ് ആവൂല, ഇവരിപ്പോ തന്നെ ഇപ്പൊ ഇടങ്ങേറിലാവൂല, എല്ലാവരും ഒന്നിക്കൂലില്ല. അങ്ങനെയല്ല, നേരത്തെ കോൺഗ്രസ് അങ്ങനെ തന്നെ ആയിരുന്നല്ല. അത് ഒന്നിക്കാത്തതുകൊണ്ടല്ല 10 കൊല്ലം CPIM ഭരിച്ച് വരണമല്ലോ. CPM ഇതുപോലത്തെ ഒരു നല്ലൊരു രാഷ്ട്രീയ പാർട്ടി തിരിച്ചു വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം കഴിഞ്ഞ 10 വർഷത്തോളം കാലം കുറേ കാര്യങ്ങൾ നല്ലതും ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ചീത്തയും ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. തിരിച്ചു വരുമായിരിക്കും എന്നാണ്. തിരിച്ചു വരേണ്ടത് തിരിച്ചു വരും, അതെ, വീണ്ടും വരും എന്നുള്ള ഇതാണ്. തിരിച്ചു വരും, ഉറപ്പായിട്ട് വരും, തീർച്ചയായിട്ടും. കാരണം ഒരുപാട് അപാകതകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മാറി ഭരിക്കണം നല്ലതാണ്. 10 വർഷം കഴിഞ്ഞല്ല, കാത്തിരുന്ന് കാണാം. തുടങ്ങിയിട്ടല്ലോ, പ്രതീക്ഷയല്ല, നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റുള്ളൂ. നല്ല കാര്യം, നേതാക്കന്മാരൊക്കെ നല്ല വരട്ടെ, അടിയിൽ നിന്ന് പ്രവർത്തിച്ച് വരട്ടെ. കുറെ ബുദ്ധിമുട്ടിച്ചാണ്, അപ്പോൾ നല്ല രീതിയിൽ ആയിട്ട് വരട്ടെ. നല്ല പാർട്ടിയൊക്കെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. LDF തിരുത്തലുകൾ വരുത്തിയാൽ എത്തും. വരുത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അവർ നേതൃത്വം അത് തീരുമാനിക്കേണ്ടത്. തെറ്റ് തിരുത്തിയാൽ അവർക്ക് കൊള്ളാം. തീർച്ചയായിട്ടും സാധ്യമാവും. 100 സീറ്റായിട്ട് അടുത്ത പ്രാവശ്യം 500 തിരിച്ചു വരും. അത് കീഴ്ഘടകത്തിൽ നിന്നുണ്ടായിട്ടുള്ള മേൽഘടകത്തിന് അവരുടെ കുറച്ചൊക്കെ അവരുടെ തീർച്ചയായും സാധ്യമാവും. അവർ തെറ്റുകൾ തിരുത്തി അവർ തിരിച്ചു പറഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. കാരണം അമ്മാതിരി നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടല്ലോ, 10 വർഷം ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാണല്ലോ. അപ്പം അത് തിരുത്തി തിരിച്ചു വരാൻ നല്ല രീതിയിൽ തിരിച്ചു വരും. തിരുത്താൻ പറ്റായിരിക്കും. തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. LDF തിരിച്ചു വരണം ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാ പ്രാവശ്യം ഈ തെറ്റ് തിരുത്തൽ തന്നെയാണ് ഉണ്ടാവുള്ളൂ. ഇത് ജനങ്ങളുടെ ഇടയിൽ, താഴെക്കിട ജനങ്ങളുടെ ഇടയിൽ തെറ്റ് തിരുത്താൻ അവർക്ക് പറ്റിയില്ല ഇതുവരെ. ഞാനൊക്കെ നല്ലൊരു മാർക്കിസ്റ്റായിരുന്നേ, പക്ഷേ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ വരെ പോയിട്ടില്ല. ഇനി അത് തിരുത്തി വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഇതിലപ്പുറമൊന്നും പറയില്ല. തിരുത്തലുകളും തിരിച്ചുവരവും LDFന് സാധ്യമാണ്, പക്ഷേ കുറച്ചധികം സമയം അതിനായി വേണ്ടിവരും. ജനങ്ങളിൽ ഭൂരിഭാഗവും LDF തിരിച്ചു വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.